ഇന്ത്യയിലെ വാഹനപ്രേമികൾക്ക് വേണ്ടി 2008 യമഹ പുറത്തിറക്കിയ വാഹനമായിരുന്നു എഫ് സി. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും എഫ് സിയുടെ പോപ്പുലാരിറ്റി, എഫ് സി വേരിയന്റുകളിലെ വിൽപ്പന, അതിന്റെ മാർക്കറ്റ് ഇപ്പോഴും വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. യമഹ ആ എഫ് സിയുടെ DNA എഫ് സി റേവ് എന്ന് പറയുന്ന പുതിയൊരു വേരിയന്റ് കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോർമൽ എഫ് സിയിൽ കാണുന്ന പോലെ തന്നെ 4 സ്ട്രോക്ക് ആയിട്ടുള്ള എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് എഫ് സി റേവിലും വന്നിരിക്കുന്നത്. 149 CCയുടെ കപ്പാസിറ്റിയിലാണ് എഞ്ചിൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 12.4 PS പവറും 13.3 Nm ടോർക്കിലുമാണ് എഫ് സി റേവ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം ഒരു കുഞ്ഞു എഞ്ചിനിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യാനും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എഫ് സി റേവിന്റെ എഞ്ചിന് നിഷ്പ്രയാസം സാധിക്കുന്നുണ്ട്. മെഷ് ബീഡിങ്ങോട് കൂടിയിരിക്കുന്ന 13 ലിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന എഫ് സിയിൽ നമ്മൾ കാണുന്ന അതേ തന്നെ മസ്കുലർ ഷേപ്പിൽ വരുന്ന അതേ ടാങ്ക് തന്നെയാണ് എഫ് സി റേവിലും യമഹ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിം എന്ന് പറയുന്ന ഡയമണ്ട് ഫ്രെയിമിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന വാഹനം. സൈലൻസർ രീതിയിലേക്ക് വരുമ്പോഴേക്കും കുറെ അതിന്റെ എക്സോസിൻ പുറത്തുകൂടെ നല്ലൊരു കോട്ടിംഗ് കവർ വരുന്നുണ്ട്. ആ കവറിനുള്ളിലാണ് എക്സോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കാല് യാത്ര ചെയ്യുന്ന സമയത്ത് റൈഡറുടെയോ ഫില്ലിന്റെയോ ഒരു കാലിന് ഒരു ഹീറ്റ് കാര്യങ്ങൾക്കെന്നുള്ള റെസിസ്റ്റ് ചെയ്യുന്നതിന് അത് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എഫ് സിയിൽ കാണുന്ന അതേ രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് എഞ്ചിൻ ഗാർഡ്. വളരെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വളരെ PVC കാറ്റിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഗാർഡ്. ചെറിയ ഒരു പ്രതലങ്ങൾ, ഗ്രാവൽ പ്രതലങ്ങളിൽ നിന്നെല്ലാം എഞ്ചിനെ കുറെ കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ബാക്കിലേക്ക് ഒരു എഞ്ചിൻ ഗാർഡ് ഒരുക്കിയിരിക്കുന്നത്. യമഹ ഈ സെക്ഷനിൽ ആദ്യമായി ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് പുറപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ ബീമിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ അഡ്ജസ്റ്റ്മെന്റ് ഇതില് എഫ് സി റേവില് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ് എഫ് സി റേവില് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ 149 CCയുടെ 4 സ്ട്രോക്കിലെ എയർ കൂൾഡ് എഞ്ചിൻ. ഇതെല്ലാം 136 കിലോ വെയിറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വാഹനം. വളരെ ലൈറ്റ് വെയിറ്റ് ആയ രീതിയിൽ, എങ്കിൽ കാണുമ്പോൾ വളരെ ഒരു വൈഡ് ബീസ്റ്റ് പോലെ തോന്നുമെങ്കിലും അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 136 കിലോ ഭാരമാണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ എഫ് സിയിൽ ഫെമിലിയർ ആയിട്ടുള്ള LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് എഫ് സി റേവിലും യമഹ ഒരുക്കിയിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക്കലായിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷനും ബാക്കിൽ ഡുവൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് എഫ് സി റേവിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഡിസ്ക് പ്ലേറ്റ് ഉണ്ട്. 282 mm ഫ്രണ്ട് ഡിസ്ക് പ്ലേറ്റും 220 mm ബാക്ക് ഡിസ്ക് പ്ലേറ്റും ഇതിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഡബിൾ ഡിസ്ക് പ്ലസ് സിംഗിൾ ചാനൽ ABS ആണ്. ഇത്രത്തോളം ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ABS സിസ്റ്റം നമുക്ക് എഫ് സി റേവില് കാണാൻ സാധിക്കും. എഫ് സി റേവിന്റെ ഒരു ബാക്ക് പൊസിഷനിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന 140 mm വലിയ റേഡിയൽ ടയേഴ്സ് ആണ്. വലിയ ടയേഴ്സ് വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്കും നല്ല രീതിയിൽ വണ്ടി ലാൻഡ് ചെയ്യുന്നതിന് നമുക്ക് റൈഡറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അതിനൊരു ചെളി തെളിക്കാതിരിക്കാൻ ഒരു ഹഗ്ഗർ ടയർ സൈസിൽ സാരി കാറിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ റെയിനി ആയിട്ടുള്ള ഒരു സീസണിൽ നമുക്ക് റൈഡ് വളരെ കംഫർട്ട് ആക്കാൻ വേണ്ടി ഈ ഹഗ്ഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1330 mm വീൽ ബേസ് ആണ് വണ്ടിയിലുള്ളത്. ഈ വീൽ ബേസ് കൂടുന്നതനുസരിച്ച് വളരെ കംഫർട്ടാണ്. എഫ് സിയുടെ യാത്രയുടെ കംഫർട്ട് എന്ന് പറയുന്നത് വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു യാത്ര പ്രൊവൈഡ് ചെയ്യുന്ന യമഹയുടെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ 2008 മുതൽ ഇപ്പോൾ വരെ വലിയ രീതിയിലുള്ള മാർക്കറ്റിൽ ട്രെൻഡായി മുന്നോട്ട് പോകാൻ എഫ് സി വണ്ടികളെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് അതേ DNA തന്നെ, എഫ് സി DNA തന്നെയാണ് എഫ് സി റേവും യമഹ ഒരുക്കിയിരിക്കുന്നത്. MDയിലൊക്കെ നമ്മൾ കണ്ട് ഫീൽ ചെയ്ത അതേ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് റേവിലും ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഒരു LED ടെയിൽ ലാമ്പിങ്, അത് വണ്ടിയോട് അതിന്റെ ഡിസൈനോട് തന്നെ വളരെ രീതിയിൽ ചേർന്നിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പിങ് എഫ് സി റേവില് നമുക്ക് കാണാൻ സാധിക്കും. 790 mm പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ് ഹൈറ്റും 165 mm ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് എഫ് സി റേവില് ഒരുക്കിയിരിക്കുന്നത്.